ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രോട്ടോകോൾ ലംഘനം. അവധി ദിവസങ്ങളിൽ VIP ദർശനം പാടില്ലെന്ന വ്യവസ്ഥ അട്ടിമറിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ക്ഷേത്രനടയിൽ റീൽസ് ചിത്രീകരണം പാടില്ലെന്നതും കാറ്റിൽ പറത്തി. ഓൺലൈൻ മീഡിയകൾ റീൽസ് ചിത്രീകരണം നടത്തിയിട്ടും ക്ഷേത്ര അധികൃതർ ഇടപെട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ സന്ദർശനത്തിൽ സുരക്ഷാ നടപടികളെ തുടർന്ന് വലഞ്ഞ ഭക്തർ. നിരവധി പേർക്ക് ദർശനത്തിന് സാധിച്ചില്ല. സന്ദർശനത്തിലെത്തിയവരുടെ പരാതിയിലൂടെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്താണ്. ഇന്നലെ രാത്രി 11 മണിക്ക് പാലക്കാട് നിന്ന് വന്നതാണ് ഗുരുവായൂർ അമ്പലത്തിലോട്ട്. ഇന്ന് രാവിലെ 7:30 വരെ നിന്നിട്ടും ദർശനം കിട്ടിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ വെറും VIP വിളയാട്ടമാണ്. ഒരു VIP വിളയാട്ടം ഉണ്ടെങ്കിൽ ഒരു ബോർഡ് വെക്കായിരുന്നു, VIP മാത്രം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു അനൗൺസ് ചെയ്യായിരുന്നു. അവരൊന്നും ചെയ്തില്ല. നമ്മളെ പബ്ലിക്കിനെ വിഡ്ഢികളാക്കിയിട്ട് VIP വിളയാട്ടം നടക്കണം അവിടെ. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. അധികാരപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അങ്ങനെ എങ്ങനെയും വർത്താനം പറയാം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഈ മുഖ്യമന്ത്രിയാകാനിരിക്കെ VD സതീശന് പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹങ്ങൾ അടക്കം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറില്ല എന്നത്. എന്നാൽ അതടക്കം ഇപ്പോൾ കാറ്റിൽ പറത്തിയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 100 കണക്കിന് ഭക്തരാണ് ഇതുമൂലം ബാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ലംഘനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയത്. അതിനുശേഷം വിവിധ വഴിപാടുകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി കഴിച്ചു. അതിനുശേഷമാണ് മടങ്ങിയത്. ഈ സമയത്ത്, അതായത് പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നിയമാവലി അനുസരിച്ച് അവധി ദിവസങ്ങളിൽ, അതായത് ഞായറാഴ്ചകളിൽ രാവിലെ പുലർച്ചെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ യാതൊരു കാരണവശാലും VIP ദർശനം പാടുള്ളതല്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ നിയമവ്യവസ്ഥയാണ് ഇന്ന് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി എത്തിയ മുഖ്യമന്ത്രി വലിയ രീതിയിൽ ഈ ക്ഷേത്ര ദർശനം നടത്തി പോയി. എന്നാൽ ഇതിന്റെ പിന്നാലെ ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ട് അത് വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ രാത്രി 10:30 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ തന്നെ നിരവധി ആളുകളായിരുന്നു ഈ ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂർ നടയിലേക്ക് എത്തിയത്. ആ ജനങ്ങൾക്കൊക്കെ തന്നെയും ഇന്ന് രാവിലെ 7:30 വരെ കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ള വിഷമകരമായ കാര്യമാണ്. അതായത് ഇത്ര മണിക്കൂറുകൾ വരിയിൽ നിന്നിട്ട് പോലും അവർക്ക് ക്ഷേത്ര ദർശനത്തിന് സാധിച്ചില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ചട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഗതാഗതം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രാത്രി 11 മണി മുതൽ തന്നെ ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നു. ഈ നിയന്ത്രണത്തിലാണ് പല ഭാഗത്തു നിന്നും, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയ ജനങ്ങൾക്ക് രാവിലെ കഴിഞ്ഞിട്ടും, അതായത് 7:30 കഴിഞ്ഞിട്ടും ദർശനം സാധിക്കാതെ പോയത്. എന്തായാലും അതിലൊക്കെ തന്നെയും അവർ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ ഓഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം സമയം മുൻപ് കണ്ടത്. പ്രധാനമായും രാത്രി മുതൽ പ്രായമായവരും കുട്ടികൾ
സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഈ വരിയിൽ നിൽക്കുകയാണ്. ഏതെങ്കിലും സമയത്ത് അവർക്ക് ദർശനത്തിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ നിന്നിരുന്നത്. എങ്കിൽ പോലും രാവിലെ 7:30 കഴിഞ്ഞിട്ടും ദർശനം ഇനി നടക്കില്ല അല്ലെങ്കിൽ ഇനി സാധ്യമാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടുകൂടി പലരും വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ നടന്നു എന്നുള്ളതാണ്. റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ്, കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ VD സതീശൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ, അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ, കോൺഗ്രസിന്റെ MLA മാർ, കോൺഗ്രസിന്റെ നേതാക്കൾ തുടങ്ങിയ നിരവധി ഒരു പട തന്നെ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വലിയ രീതിയിലുള്ള ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഇരിടം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം. പ്രധാനമായും ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഈ റീൽസ് ചിത്രീകരണം പാടില്ല എന്നുള്ളൊരു കർശനമായിട്ടുള്ള നടപടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനു മുൻപ് പലതവണ പല സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ഈ ക്ഷേത്ര നടയിൽ വന്ന് ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ ഭാഗമായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. അപ്പോൾ അത്തരം ഒരു കർശന നടപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി ഓൺലൈൻ മീഡിയകൾ ഈ ക്ഷേത്ര നടയിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചു. അതായത് മുഖ്യമന്ത്രി VD സതീശൻ വരുന്നതും അദ്ദേഹം വധുവരന്മാരുടെ കൂടെ നിൽക്കുന്നതും അതോടൊപ്പം തന്നെ മന്ത്രിമാരും മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളും ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ഓൺലൈൻ മീഡിയകൾ പകർത്തിയത്. ഈ മൊബൈൽ ഫോണിൽ റീലുകൾ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതൊരു കർശനമായ നിലപാടാണ് അല്ലെങ്കിൽ നടപടിയാണ് നിലനിന്നിരുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞ ക്ഷേത്രം ഭാരവാഹികൾ അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ അവർ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തില്ല. ഇത്തരത്തിൽ ഈ റീൽസ് ചിത്രീകരണം കണ്ടിട്ടും അത് തടഞ്ഞില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MP ഹൈബി ഈഡൻ ഉൾപ്പെടെ ആ ക്ഷേത്ര നടയിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തോടുകൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവർ വലിയ രീതിയിൽ പ്രകടമാക്കിയിരുന്നു. VIP സന്ദർശനമുണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കണമായിരുന്നെന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ പലരും ഇത്തരത്തിൽ ഓഡിയോ സന്ദേശത്തിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. ഉമ, ശരി, സാരം കാണാം വിവരങ്ങളുമായി ചേർന്നത്.